കോഴിക്കോട് അഴകൊടിയിൽ വീട്ടിൽ കവർച്ച. വീടിന്റെ പൂട്ട് പൊളിച്ചകത്ത് കയറിയാണ് അലമാരിൽ സൂക്ഷിച്ച് 21 പവൻ സ്വർണം കവർന്നത്. അഴകൊടി സ്വദേശി വിനോദ് ഭട്ടതിരിപ്പാടിന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തു. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഇതെപ്പോഴാണ് സംഭവം? കൊടിയിലെ വീട്ടിൽ വെച്ചുകൊണ്ട് വലിയ മോഷണം നടന്നിരിക്കുന്നത് സൈബർ വിദഗ്ധനായിട്ടുള്ള വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ വെച്ചാണ് മോഷണം നടന്നിരിക്കുന്നത്. വീടിന്റെ കതക് കുത്തിപ്പൊളിച്ചുകൊണ്ടാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത്. വീടിന്റെ മുകളിൽ സൂക്ഷിച്ചിരുന്ന അലമാരിൽ സൂക്ഷിച്ചിരുന്ന 21 പവനോളം സ്വർണ്ണമാണ് നഷ്ടമായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നടക്കാവ് പോലീസ് ഇവിടെ എത്തിക്കൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഇവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ വിനോദ് ഭട്ടതിരിപ്പാട് തന്നെ ചേരുകയാണ്. അവർ ഗുരുവായൂരിലേക്ക് പോയ സമയത്തായിരുന്നു മോഷണം എന്നാണ് അറിയുന്നത്. അതെ, രാവിലെ 6:15 പോയത്. വൈകുന്നേരം 4:15 തിരിച്ചെത്തി. ഒരു 8 മണിക്കൂർ സമയം പകല്. ആ സമയത്താണ് മോഷണം. ഫ്രണ്ട് ഡോറ് കുത്തിപ്പൊളിച്ച് അകത്ത് ഗോദ്രേജ് അൽമാരിയുടെ ലോക്കർ കുത്തിപ്പൊളിച്ച് അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആദ്യം ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ പൗച്ചസൊക്കെ കിടക്കണം കണ്ടു. അപ്പോൾ ഞങ്ങളതൊന്നും തൊടാൻ പോയില്ല. കാരണം ഫിംഗർ പ്രിൻറ്റുകാരും ഡോഗ് സ്ക്വാഡൊക്കെ വരുന്നുള്ളതുകൊണ്ട്, പിന്നെ ഞാൻ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ തൊട്ടില്ല. അപ്പോൾ പൗച്ചസൊക്കെ നോക്കിയിട്ട് ഇന്നതൊക്കെ പോയി എന്ന് പറഞ്ഞ ഒരു 10-25 ലക്ഷത്തിൻ്റെ പോയി എന്നാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റുകാർ വന്നപ്പോൾ ചില സാധനങ്ങൾ എടുത്ത് മാറ്റിയപ്പോൾ അതിൽ ചില സാധനങ്ങൾ തിരിച്ചു കിട്ടി. അപ്പോൾ ഇപ്പോൾ ഒരു 20 ലക്ഷത്തിൽ താഴെ സാധനങ്ങൾ ആണ് പോയിട്ടുണ്ടാവുക. എല്ലാം ആഭരണങ്ങളാണ്, എല്ലാം തന്നെ ആഭരണങ്ങളാണ്. ആഭരണങ്ങളല്ലാത്തതൊക്കെ തിരിച്ചു കിട്ടി. സ്വർണത്തിൻ്റെ എല്ലാം സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടതാണ്. പണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് പോയിട്ടുമില്ല. ബാക്കി ലാപ്ടോപ്സ് പോയിട്ടില്ല, മൊബൈൽ പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഇതാണ് ആഭരണങ്ങളാണ് പോയിട്ടുള്ളത്. നിങ്ങൾ പുറത്ത് പോയത് അറിയാവുന്ന ആരോ ആയിരിക്കണം. ഞങ്ങൾ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ CCTV നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കാറിൽ പുറത്ത് പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സസ്പെക്റ്റിംഗ് ആയിട്ടുള്ള ഒരാൾ ഗേറ്റിൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതും ഗേറ്റിൻ്റെ അടുത്തേക്ക് വരണതും ഒക്കെ കാണാം. പക്ഷേ അയാൾ ഇതിനകത്തേക്ക് പറമ്പിനകത്തേക്ക് കയറിയതിൻ്റെ ക്ലിപ്പിംഗ് കിട്ടിയില്ല. പക്ഷെ അത് കാരണം അയാൾ കിഴക്ക് ഭാഗത്തേക്ക് പോണത് കണ്ടു. ഇനി കിഴക്കൻ ഭാഗത്ത് CCTVകളൊക്കെ എടുത്ത് നോക്കണം അയാൾ എങ്ങനെയാണ് പറമ്പിൻ്റെ അകത്തേക്ക് കയറിയത് എന്നുള്ളത്. ബാക്കി പിന്നെ വീടിൻ്റെ അകത്തേക്ക്